ഞാൻ ജോസ് വർഗീസ് കൃഷി വകുപ്പിൽ നിന്ന് പ്രിൻസിപ്പൽ കൃഷി ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുരുമുളക് കൃഷിയിൽ കാണുന്ന കുരുമുളക് ചെടിക്ക് കാണുന്ന മാരകമായ രോഗമാണ് ദ്രുതവാട്ടം എന്ന രോഗം. കുരുമുളകിനെ മൊത്തമായി നശിപ്പിക്കുന്ന ഒരു വളരെ ശക്തിയേറിയ ഒരു രോഗമാണ്. ഒരു ഫംഗൽ രോഗമാണ്, ഭൂപ്പൽ രോഗമാണ്. ഇതിൻ്റെ മുഖ്യ ഹേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈറ്റോഫ്തോറ എന്ന ഒരു ഇനത്തിൽപ്പെട്ട പൂപ്പലാണ്. ഇത് ചെടിയുടെ വേരുകളെ നശിപ്പിക്കുന്ന ഒരു പൂപ്പലാണ്. വേരുകളെ മുഴുവൻ തിന്ന് നശിപ്പിക്കും. വേരുകളെ നശിപ്പിക്കുന്നതോട് കൂടിയിട്ട് ചെടികളിൽ ഇലകൾ മഞ്ഞ കളർ കയറും. ഇതിനോടനുബന്ധിച്ചുള്ള ഫോട്ടോ നിങ്ങൾക്ക് കാണാം. ഇലകളിൽ മഞ്ഞ കളറ് വരിക, മഞ്ഞ നിറം വരിക, ഇലകൾ ചെറിയ തോതിൽ കരിഞ്ഞ് ഇലകൾ മൊത്തം കരിഞ്ഞ് പോയി ആ വള്ളി മുഴുവൻ നശിക്കുന്ന ഒരവസ്ഥ. കേരളത്തിൽ ഇത് വ്യാപകമാണ്. ഇതിനെ സാധാരണ രീതിയിൽ മഴക്കാലത്തും മഴ കഴിഞ്ഞിട്ടും ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. മണ്ണിലാണ് ഈ ഫൈറ്റോഫ്തോറ എന്നുള്ള ഫംഗസ് പ്രജനനം നടത്തുന്നത്. അതിൻ്റെ പ്രത്യുൽപാദനം നടക്കുന്നത് മണ്ണിലാണ്. മണ്ണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മണ്ണിൽ അസിഡിക് സോയിലാണ് ഇതിൻ്റെ ഉൽപാദനം കൂടുതലായി നടക്കുന്നത്. അസിഡിക് സോയിലിൽ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ മണ്ണ് അസിഡിക് സോയിലാണ്. ഈ മണ്ണിലാണ് ഇത് കൂടുതലായിട്ട് വളരുന്നത്. അപ്പോൾ മണ്ണിനെ കൃത്യമായിട്ട് അസിഡിറ്റി കളയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മണ്ണിലുള്ള അസിഡിറ്റി കളയുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് കുമ്മായ പ്രയോഗമാണ്. കുമ്മായം നിർബന്ധമായിട്ട് ഒരു ചെടിക്ക് 50 തൊട്ട് 100 ഗ്രാം വരെ, 100-150 ഗ്രാം കൊടുത്താലും കുഴപ്പമില്ല, അത് നൽകണം. മഴക്കാലത്തിന് മുമ്പ് തന്നെ അത് നൽകണം. പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉണങ്ങിയ ഇലകളൊക്കെ കൃത്യമായിട്ട് ഈ ചെടിയുടെ ചുവട്ടിൽ നിന്ന് മാറ്റണം. ഉണങ്ങിയ ഇലകൾ വീണ് അത് കൂടി രോഗവ്യാപനം നടത്താം. അപ്പോൾ ആ ഇലകൾ മുഴുവൻ ഫൈറ്റോ സാനിറ്റേഷൻ പറയും. അതായത് കൃത്യമായിട്ട് നല്ല രീതിയിൽ ആ തോട്ടം വൃത്തിയായിട്ട് ഇടണം. അപ്പോൾ രോഗത്തിന് വളരെ കുറവുണ്ടാകും. പിന്നെ ഈ രോഗം ബാധിച്ച വള്ളികളാണ് എന്നെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. രോഗബാധ തടയുന്നതിനും രോഗബാധയ്ക്ക് മുൻകരുതലായിട്ട് നടത്തുന്ന ചില കാര്യങ്ങളുണ്ട്. രോഗബാധ വരാതിരിക്കാനുള്ള ഒന്നാമത്തെ കാര്യമാണ് കുമ്മായം നൽകുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ട്രൈക്കോഡെർമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുമിൾനാശിനി ഉണ്ട്. ഇതൊരു ജൈവ കുമിൾനാശിനിയാണ്. ട്രൈക്കോഡെർമ കൃത്യമായിട്ട് നൽകുകയാണെങ്കിൽ ഈ രോഗം വരുന്നില്ല. കൃത്യമായിട്ട് എല്ലാ വർഷവും 2 പ്രാവശ്യം കൊടുക്കാമെന്നുള്ളതാണ്. മിനിമം 1 പ്രാവശ്യമെങ്കിലും മണ്ണിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല. ട്രൈക്കോഡെർമ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഇതിന് നമുക്ക് വേണ്ടത് 90 കിലോഗ്രാം ചാണകപ്പൊടി, 90 കിലോഗ്രാം ചാണകപ്പൊടി, 1 കിലോഗ്രാം വേപ്പ് പിണ്ണാക്ക്, 10 കിലോഗ്രാം വേപ്പ് പിണ്ണാക്ക്. ഇതാണ് അതിൻ്റെ പ്രൊപ്പോർഷൻ. അപ്പോൾ 100 കിലോഗ്രാം വസ്തുക്കളായി. 90 കിലോഗ്രാം ചാണകപ്പൊടി, 10 കിലോഗ്രാം വേപ്പ് പിണ്ണാക്ക്, അതിലേക്ക് 1 മുതൽ 2 കിലോഗ്രാം ട്രൈക്കോഡെർമ വിറിഡി എന്ന് പറഞ്ഞിട്ടുള്ള ഇതൊരു മിത്രക്കുമിളാണ്. ഫൈറ്റോഫ്തോറ എന്ന് പറഞ്ഞിട്ടുള്ള കീടക്കുമിളിനെ ഉന്മൂലനം ചെയ്യുന്ന മിത്രകുമിളാണ് ട്രൈക്കോഡെർമ വിറിഡി. അപ്പോൾ ട്രൈക്കോഡെർമ നല്ല കമ്പനിയുടെ ക്വാളിറ്റി ഉള്ള ട്രൈക്കോഡെർമ വാങ്ങിക്കുക. ഇതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ 90 കിലോഗ്രാം ചാണകപ്പൊടി, 10 കിലോഗ്രാം വേപ്പ് പിണ്ണാക്ക്, ഇതിലേക്ക് 2 കിലോഗ്രാം ട്രൈക്കോഡെർമ മിക്സ് ചെയ്യണം. അതായത് ചെറിയ തോതിൽ നനവ് വളരെ മിനിമൈസ് ചെയ്തിട്ട് ഇതിൽ കംപ്ലീറ്റ് ചേർത്ത് നല്ലവണ്ണം ഇളക്കി തണലത്ത് ഇടുകയാണ് നല്ലത്. ഒരു നനഞ്ഞ ചാക്ക് അതിൻ്റെ മുകളിൽ കവർ ചെയ്തിടുക. ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നനഞ്ഞ ചാക്ക് ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് നനച്ചു കൊടുക്കുക. ചാക്ക് മാറ്റിയിട്ട് വീണ്ടും ഈ മിശ്രിതം ഒന്ന് ഇളക്കിയിടണം. വീണ്ടും ഒരു 4 ദിവസം ഈ മിശ്രിതം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊരു മോൾഡ് ഫോം ചെയ്യും, ഒരു പൂപ്പലുകൾ ഫോം ചെയ്യും. ആ പൂപ്പൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അറിയാം ട്രൈക്കോഡെർമ ആക്റ്റീവായി. ട്രൈക്കോഡെർമ എന്ന് പറഞ്ഞിട്ടുള്ള മിത്രകുമിള് വളരെ അത് പെറ്റി പെരുകിയിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് മനസ്സിലാകാം. ഈ മിശ്രിതമാണ് ചെടിക്ക് നൽകേണ്ടത്.
ഈ മിശ്രിതം 1 കിലോഗ്രാം തൊട്ട് 2 കിലോഗ്രാം വരെ ഒരു ചെടിക്ക് കൊടുക്കാം. ചെടിക്ക് നല്ലൊരു ജൈവവളമാണ്. കൂടാതെ മണ്ണിലേക്ക് ധാരാളം മിത്രക്കുമിളുകളെ നൽകുന്നൊരു അവസ്ഥയും കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നു. അപ്പോൾ ചെടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ രോഗം വരുന്നതിനുള്ള എല്ലാ സാധ്യതകളെയും തടയുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പം ഇതാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. രോഗം ബാധിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാകും എന്നുള്ള അടുത്ത ചോദ്യമുണ്ട്. രോഗം ബാധിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാകും? രോഗം ബാധ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ പെട്ടെന്ന് തടയാൻ വേണ്ടിയിട്ട് റിഡോമിൽ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുമിൾനാശിനിയാണ് ഇപ്പോൾ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് കാണുന്നത്. റിഡോമിൽ ഗോൾഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിന്, അതായത് ഒരു ചെടിക്ക് ഏകദേശം 2 തൊട്ട് 3 ലിറ്റർ വെള്ളം വേണം. അപ്പോൾ 2 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞാൽ 3 ലിറ്റർ വെള്ളത്തിലേക്ക് 6 ഗ്രാം വേണം റിഡോമിൽ ഗോൾഡ്. അത് ഡ്രഞ്ച് ചെയ്ത് കൊടുക്കണം, മണ്ണിൽ നല്ലോണം നനച്ച് കൊടുക്കണം, മണ്ണ് നല്ലോണം ഒഴിച്ചു കൊടുത്ത് ഉള്ള ഇത് ചെയ്യണം. അത് കഴിഞ്ഞൊരു 3-4 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുമ്മായം കൊടുക്കണം. 100 ഗ്രാം കുമ്മായെങ്കിലും മണ്ണിലിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഈ പ്രജനനം നിൽക്കും. ഈ ഫൈറ്റോത്തോറുടെ കൂടുതലായിട്ടുള്ള വംശവർദ്ധനവ് നമുക്ക് കുറേയൊക്കെ തടയാൻ പറ്റും. റിഡോമിൽ ഗോൾഡിലെങ്കിൽ ഗ്രാലിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുമിൾനാശിനി ഉണ്ട്. ഗ്രാലിസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോപ്പർ ഓക്സിക്ലോറൈഡും ഉണ്ട്, കസുഗാമൈസിനും ഉണ്ട്. ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് ഗ്രാലിസ്. ഇതാണെങ്കിലും അത് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ, അതായത് 6 ഗ്രാം ഒരു ചെടിക്ക് എന്നുള്ള രീതിയിൽ, അതായത് 3 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് കടക്കിൽ ഒഴിച്ചു കൊടുക്കുന്നതും വളരെ എഫക്റ്റീവായിട്ട് കർഷകർ പറയുന്നു. നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, ധാരാളം കർഷകർ ചെയ്യുന്നുണ്ട്, നല്ല റിസൾട്ട് വരുന്നുണ്ട് എന്നുള്ള കൃഷിക്കാർ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. വളരെ മാരകമായ രോഗമാണ്, വളരെ ശ്രദ്ധിക്കണം. കുരുമുളക് ഇപ്പോൾ ധാരാളം കൃഷി തുടങ്ങിയിട്ടുണ്ട്. മറ്റേ PVC പൈപ്പിലൊക്കെ ധാരാളം കർഷകർ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. PVC പൈപ്പാണെങ്കിലും നമ്മൾ ഇതുപോലെ ട്രൈക്കോഡർമ ഡ്രഞ്ച് ചെയ്യാണ് ഏറ്റവും നല്ല മാർഗം. അത് കൃത്യമായ രീതിയിൽ വർഷത്തിൽ 2 പ്രാവശ്യമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ട് നല്ല കരുത്തായിട്ട് ചെടി വളരുകയും ചെയ്യും. കൂടുതൽ നമുക്ക് ഉൽപ്പാദനം കൂട്ടുന്നതിനും വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ട്രൈക്കോഡർമയാണ് കൂടുതലും നല്ലത്. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചില കുമിൾനാശിനികൾ നമുക്ക് പ്രയോഗിക്കാം എന്നുള്ളത് കൂടി മാത്രമേ ഇപ്രാവശ്യം ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും എല്ലാം എൻ്റെ മൊബൈൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. താങ്ക് യു.